ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം 9-ാം അധ്യായം. അതിൽ 8-ാമത്തെ അധ്യായത്തിൽ ഒടുക്കം ദേവി ഭാഗവതത്തിൻ്റെ പരമ്പര പറയണ്ടായി. ഇപ്പം ദേവി ഭാഗവതം പുരാണം എല്ലാ പുരാണങ്ങളും സംവാദമായിട്ടാണ് നമുക്ക് കിട്ടുക. ഗുരുവും ശിഷ്യനും വക്താവും ശ്രോതാവുമായിട്ട് പറയുന്നതിനെ സൂതൻ പറയുന്നതായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം അതിൽ അമ്മ വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു, നാരദൻ വ്യാസനോട് പറഞ്ഞു, വ്യാസൻ സൂതനോട് പറഞ്ഞു, സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കണത്. വ്യാസൻ ജനമേജയനോട് പറഞ്ഞ ഭാഗവതത്തെ ഇപ്പം നമ്മൾ സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞതിനെ നമ്മൾ പാരായണം ചെയ്യണം. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നാരായണൻ നാരദനോട് പറയണു, യമൻ സാവിത്രിയോട് പറയണു, അമ്മ ഹിമവാനോട് പറയണു, വ്യാസൻ ശുഗനോട് പറയണു, നിമി ശുഗനോട് പറയണു, ശ്രീ ശുഗബ്രഹ്മർഷിയോട്. അസുരസഭ ചർച്ചകളുടെ സംവാദമായിട്ട് അസുരന്മാർ തമ്മിൽ പറയണത് രാധ, സുകന്യ, തുളസി, ശംഖചൂടൻ, ജയന്തി, അതുപോലെ ശുക്രപരിചര്യ, അരുണൻ ത്രിശങ്കുവിനോട് കൊടുക്കുന്നത്, വസിഷ്ഠൻ ഇന്ദ്രനോട് പറയുന്നത്, അങ്ങനെ വിശ്വാമിത്രൻ പറയുന്നത്. എത്രയാ ചോദിച്ചാൽ നിശ്ചല ഉപദേശങ്ങളായിട്ടും സ്തുതികളായിട്ടും നമുക്ക് ഭാഗവതം ദേവീ തത്വത്തെ പറയുന്നതായിട്ടുള്ള എത്രയോ സന്ദർഭങ്ങൾ ഈ ദേവി ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ ഇങ്ങനെ പാടില്ല അല്ലേ, ഇങ്ങനെ ചെയ്യണമല്ലേ, ഇത് രണ്ടും നമുക്ക് തോന്നും. ഇപ്പം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള യോഗനിദ്രയിലുള്ളതായിട്ടുള്ള വിഷ്ണുവിൽ നിന്നും ഭദ്രകാളിയായിട്ട് പുറത്തു വന്ന് ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും സ്തുതിച്ചു. രണ്ടുപേരുടെയും സ്തുതി കേട്ട് അമ്മ അപ്പോഴത്തെ ആസുര ശക്തിയായിട്ടുള്ള മധുകേടവന്മാരെ വധിക്കാനുള്ള അനുഗ്രഹത്തെ, അനുവാദത്തെ വിഷ്ണുവിന് കൊടുക്കണു. വിഷ്ണു അത് ചെയ്യണു. സ്വച്ഛന്ത മൃത്യു വരമായിട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ തന്നെ. അത് ആ സമയത്ത് അറിയില്ല. വിഷ്ണു ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ അസുരന്മാർക്ക് ഇതുണ്ട് എന്നുള്ള അറിയില്ല. 5000 കൊല്ലം യുദ്ധം ചെയ്യുക. ഈ 5000 കൊല്ലം യുദ്ധം ചെയ്തിട്ടും വിഷ്ണു തളർന്നു എന്നല്ലാണ്ട് അസുരന്മാർക്ക് തളർച്ച വരുന്നില്ല. അപ്പോൾ വിഷ്ണു സ്വയം അവരോട് പറഞ്ഞു, നിങ്ങൾ മാറി മാറിയിട്ടാണ് യുദ്ധം ചെയ്യണത്, ഞാൻ നിങ്ങളോട് നേരിട്ടാണ് യുദ്ധം ചെയ്യണത്. എനിക്ക് ബ്രേക്കില്ല, കണ്ടിന്യൂസാ, തുടർച്ചയായിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മാറി മാറിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് വിശ്രമം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം വിശ്രമിക്കണം എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. വിശ്രമം ആവശ്യമുണ്ടായിട്ടില്ല, ചിന്തിക്കാനൊരു നേരം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പം ചിന്തിക്കാൻ പറ്റായിട്ടും അല്ല കേട്ടോ. എന്നാലും ശരി, എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് അമ്മ സ്വച്ഛന്ത മൃത്യു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലായത്. അപ്പം അമ്മയെ സ്തുതിച്ചു നല്ലോണം. ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ വഴിയുണ്ടാക്കി തരാം എന്ന് പറഞ്ഞു, ഒന്ന് മോഹിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭദ്രകാളി നല്ലോണം, അതേ അസുരന്മാരൊക്കെ ഒരു കറുപ്പ് രാശി ഉണ്ടാവുക. ഭദ്രകാളി നല്ല കറുപ്പ് രാശിയാ. സൗന്ദര്യത്തിലാണെങ്കിലോ ഭദ്രകാളിയുടെ സൗന്ദര്യം വേറെ ആർക്കും ഇല്ല എന്നാ പറയാ. കൃഷ്ണന്റെ സൗന്ദര്യം അത്ര അങ്ങനെയാണല്ലോ. അപ്പോൾ അസുരന്മാർക്ക് ഭദ്രകാളിയെ കണ്ടപ്പോൾ ഇനി വേറെ ഒന്നും വേണ്ട, മോഹിച്ചു വരും, കല്യാണം കഴിക്കണമെന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ യുദ്ധത്തിനെന്നാ ശരിയാവോ? യുദ്ധം മതിയേക്കാം എന്ന് നിശ്ചയിക്കുകയാണ്. അവര് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് മനസ്സിലായി അമ്മ മോഹിപ്പിച്ചിറക്കണു, ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇപ്പം കാര്യം നടക്കും. അപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ നല്ല അസുരന്മാരാണ്, നന്നായിട്ട് എന്നോട് യുദ്ധം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വരം വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ, തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വിഷ്ണു തോറ്റിരിക്കുക കേട്ടോ അവരുടെ കണ്ണിലേ. ഈ തോറ്റ നീ എന്ത് വരം തരാനാ, ഞങ്ങൾ അങ്ങോട്ട് വരാൻ തരാം, എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞു. വിഷ്ണുവിനെ ഒരു വിലയില്ലാതെ കണ്ടാ പറഞ്ഞത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൈ കൊണ്ട് ഇപ്പം മരിക്കണം എന്ന് പറഞ്ഞു. വില ഇത് കേട്ടോട് കൂടിയിട്ടേ ഈ തരിയെ പറ്റിച്ചല്ലോ, ഇനി എന്താ ചെയ്യുക, അബദ്ധമായി എന്ന് മനസ്സിലായി അവർക്ക്. അപ്പോൾ 4 പറ നോക്കിയപ്പോൾ മുഴുവനെ വെള്ളം, സർവത്ര വെള്ളം. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ വധിച്ചോളൂ എന്ന് പറഞ്ഞു. വെള്ളമില്ലാത്ത വേറെ സ്ഥലമില്ല എന്നാ ധാരണ. അപ്പോൾ വിഷ്ണു തൻ്റെ ശരീരം അങ്ങോട്ട് വലുതാക്കി. വലുതാക്കാന്ന് പറഞ്ഞാലോ ബ്രഹ്മാണ്ടത്തിലേക്കായി എത്രയോ വലുതാക്കാൻ പറ്റും വിഷ്ണുവിനെ. അങ്ങനെ വലുതാക്കി.
അപ്പോ ഇവർക്കുണ്ട് കുറെ ശക്തിയൊക്കെ ഇവർക്കുണ്ട്. ഇവരും വലുതാക്കി. അത് വലുതാക്കണതും അസുരന്മാരുടെ വലുതാക്കലും വിഷ്ണുവിന്റെ വലുതാക്കലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത്ര വ്യത്യാസമുണ്ട്. ആനയും പേനും തമ്മിലുള്ള വ്യത്യാസം പോലെയാ. അപ്പൊ ഇത് തവള പൊട്ടണ പോലെ പൊട്ടും കുറച്ച് കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതൽ പറ്റില്ല. അപ്പോ അവരുടെ ശരീരം ഇത്രയും വലുതാക്കിയിട്ടും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തൃത്തുടയില് ഒരു ചെറിയ പ്രാണി ഇരിക്കുന്ന കൂട്ടത്തില് അത്രയേ ഉള്ളൂ വലിപ്പം എന്നുള്ള മട്ടായി. അപ്പൊ അവര് തോൽവി സമ്മതിച്ചു. വധിച്ചോളൂ എന്ന് പറഞ്ഞു. നിവൃത്തിയില്ല, കാരണം വരാൻ അങ്ങനെയാണ്. വാക്ക് പാലിക്കും. അസുരന്മാരാവണ്ട് കാര്യമില്ല. വാക്ക് പാലിച്ചു. തല വെച്ചുകൊടുത്തു. സുദർശന ചക്രം കൊണ്ട് വിഷ്ണു രണ്ടുപേരെയും വധിച്ചു. വലിയ ശരീരം അവരുടെ, അതങ്ങനെ ഭൂമിയിലേക്ക് അങ്ങോട്ട് കലർന്നു. അപ്പൊ എന്തായി, മേധസ് കലർന്നപ്പോ മേദിനി എന്ന പേരില് ഭൂമി അറിയപ്പെട്ടു. മാത്രമല്ല ഭൂമി ആഹരിക്കാൻ പറ്റാതെ കണ്ടാവുകയും ചെയ്തു. മറ്റത് മണ്ണ് തിന്നാമായിരുന്നു അത്രേ. ഇപ്പോ മണ്ണ് തിന്നാൻ പറ്റാണ്ടായി എന്ന് സാരം. അപ്പൊ അങ്ങനെയുള്ള അമ്മയുടെ ആ ലീല ഇപ്രകാരത്തിലാണ്. അപ്പൊ ആ കഥയെ ഒന്ന് വിസ്തരിച്ച് പറയുകയാണ് 9ാമത്തെ അധ്യായത്തില്. ഇത് വലിയ അധ്യായമാണ്. 87 ശ്ലോകമുണ്ട്. അപ്പൊ നമുക്ക് 2 ഭാഗമായിട്ട് പറയാം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഓം. അഥ 9മോऽധ്യായ. മധുകൈടഭവധം. സൂത ഉവാച. ഓം. യഥാ വിനിർഗതാ നിദ്ര ദേഹാത്തസ്യ ജഗദ്ഗുരോ നേത്രാസ്യ നാസികാ ബാഹു ഹൃദയേഭ്യസ്തഥോരസാം. കണ്ണ്, മുഖം, മൂക്ക്, വായ നർത്തം, കയ്യ്, ഹൃദയം, മാറ്, ഇങ്ങനെ ക്രമത്തില് ഈ ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാന്റെ വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് ആ നിദ്രാദേവി ക്രമേണയായിട്ട് പുറത്തേക്ക് വന്നു. സൂതൻ പറയാണ്. സൂതൻ: വിഷ്ണുവിൻ കണ്ണ്, വായ്, മൂക്ക്, കൈകൾ, മാറ് ഇവയും ക്രമാൽ ശരീരമാകെയും നിദ്രാദേവി കൈവിട്ട മാത്രയിൽ കാണായി വാനിങ്കല ശ്രേഷ്ഠ ശക്തി താമസി നിൽപ്പതായി കോട്ടുവായിട്ട് എഴുന്നേറ്റാന ജഗൽപതിയും തഥാ. നിസൃത്യ ഗഗനേ തസ്ഥൗ താമസീ ശക്തിരുത്തമ ഉദതിഷ്ഠ ജഗന്നാഥോ ജൃംഭമാണ പുനഃ. താമസീ ശക്തിയായിട്ടുള്ള ഈ നിദ്രാദേവി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു. എന്നിട്ട് ആകാശത്തെ രൂപം പ്രാപിച്ചുകൊണ്ട് പ്രത്യക്ഷയായി. അപ്പോ ജഗന്നാഥനായിട്ട് ആ മഹാവിഷ്ണു വീണ്ടും വീണ്ടും കോട്ടുവായിട. അങ്ങനെയാണ് നമ്മൾ ഉണർന്നു കഴിഞ്ഞ ഇടയ്ക്ക് പൂർത്തിയായിട്ടില്ല, അതാണ് വീണ്ടും കോട്ടുവായിടാണ്. അപ്പൊ അങ്ങനെ വിഷ്ണുവും കോട്ടുവായിട്ടു. തഥാ പശ്ചസ്ഥിതം തത്ര ഭയത്രസ്തം പ്രജാപതിം ഉവാച മഹാതേജ മേഘഗംഭീരയാ ഗിര. ഇപ്പൊ എഴുന്നേറ്റ് നോക്കിയപ്പോ അമ്മ നിൽക്കുന്നത് പിന്നിലാണ്. അമ്മ കണ്ടില്ല. ബ്രഹ്മാവ് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഭയപ്പെട്ടിട്ട് കുറച്ച് പേടിച്ച് വിറച്ച് ബ്രഹ്മാവ് ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ മേഘ ശബ്ദത്തോട് കൂടിയിട്ട്, മേഘഗർജനം പോലെയുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ആ മഹാവിഷ്ണു ബ്രഹ്മാവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചെന്നുള്ളല്ലേ? പേടിച്ചു തൻ മുമ്പിൽ നിൽക്കും വിധിയെ കണ്ടു തൽക്ഷണം ഇടിവെട്ടും വിധം ചൊന്നാനേവം തേജസ്വിയാം ഹരി. വിഷ്ണു തപസ്സും വിട്ടു ഭഗവാൻ പോന്നത് എന്തിങ്ങു പത്മജ? എന്തോ പേടിച്ച പോലുള്ള ഈ വല്ലായ്മയ്ക്കെന്തു കാരണം? വിഷ്ണുരുവാച. കിമാഗതോസി ഭഗവൻ തപസ് ത്യക്ത്വാ അത്ര പത്മജ കസ്മാൽ ചിന്താതുരോസി ത്വം ഭയാകുലിത മാനസാം. അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് തപസ് മതിയാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് ഭയപ്പെട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. മനസ്സാണെച്ചാൽ ആകെ കലങ്ങി മറിഞ്ഞ്. എന്താ ചിന്തിക്കണത്? എന്താ ഇതിന്റെ കാരണം? എന്താ ചോദിച്ചു. ബ്രഹ്മോവാച. ത്വൽക്കർണമരജൗ ദേവാദൈത്യൗ ച മധുകൈടഭൗ ഹന്തും മാം സമുപായാതോ ഘോരരൂപൗ മഹാബലൗ. മഹാവിഷ്ണു, അങ്ങയുടെ ഈ ചെപ്പിക്കാട്ടത്തു നിന്നും ജനിച്ചതായിട്ടുള്ള ഘോരരൂപികളായിട്ടുള്ള മഹാശക്തന്മാരായിട്ടുള്ള മധുകൈടഭൻ, ഈ 2 അസുരന്മാര് ഇതാ എന്നെ കൊല്ലാൻ വന്ന് കാത്തു നിൽക്കണു. അങ്ങ് കണ്ടില്ലേ വിഷ്ണു എന്ന് ചോദിക്കുകയാണ്. ഇത് വിഷ്ണു ഈ അസുരന്മാരെ കാണാണ്ട് ബ്രഹ്മാവിനെ കണ്ടു, പക്ഷെ അമ്മയെ കണ്ടില്ല കേട്ടോ. അതാണ്. നിൻ കർണമലജന്മാരാം ദൈത്യന്മാർ മധുകൈടഭർ അണഞ്ഞിത് എന്നെ കൊല്ലാനായി ഊക്കെഴും ഘോരരൂപികൾ. സഹിക്കാനൊന്നും പറ്റില്ല, അത്രയും വലിയ രൂപത്തിൽ അവർ വന്നിരിക്കണത്. ഇതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു.
ഭയാത്തയോ സമായാതസ്തുൽ സമീപം ജഗൽപദേ ത്രാഹി മാം വാസുദേവാദ്യ ഭയത്രസ്തം വിചേതനം. ജഗത്തിന്റെ പിതാവാണ് മഹാവിഷ്ണു. അപ്പം അതുകൊണ്ട് ജഗത്തിന്റെ പിതാവായിട്ടുള്ള അങ്ങ് അവരെ ഭയപ്പെട്ട് അങ്ങയുടെ അടുക്കലേക്ക് ഇതാപ്പം ഞാൻ ഈ അസുരന്മാരെ ഭയപ്പെട്ടിട്ട് ഞാൻ ഇതാപ്പം അങ്ങയെ ആശ്രയിക്കാൻ വന്നിരിക്കുകയാണ്. ഭയപ്പെട്ട് വിറച്ച ചേതനയായിട്ടുള്ള എൻ്റെ ഈ അവസ്ഥ അങ്ങ് കണ്ടില്ലേ വാസുദേവ? അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ എന്നെ രക്ഷിക്കുക തന്നെ വേണം. ബ്രഹ്മാവ് പറയാം. ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞപ്പോ പേടിയാൽ വന്നിത് അങ്ങേ സമീപം ഞാൻ ജഗൽപതേ ഭയം നനങ്ങാൻ വയ്യാത്തോരെന്നെ രക്ഷിക്കണം വിഭോ. അങ്ങ് ഇപ്പൊ ഇടപെട്ടില്ല വെച്ചാൽ ഈ അസുരന്മാർ എന്നെ കൊല്ലും, യാതൊരു സംശയമില്ല. വിഷ്ണുരുവാച തിഷ്ഠാദ്യ നിർഭയോ ജാതസ്ഥൗ ഹനിഷ്യാമ്യഹം കില യുദ്ധായ മൂഢൗ മൽ സമീപം ഗതായുഷൗ. ഈ മൂഢന്മാരായിട്ടുള്ള അസുരന്മാര് യുദ്ധത്തിനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് ഇപ്പോൾ അവരുടെ ആയുസ് അറ്റുപോയി, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവെ പേടിക്കണ്ട കേട്ടോ, അങ്ങ് ഇവിടെ നിന്നോളൂ, ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം കണ്ടോളൂ, ഞാൻ അവരെ വധിക്കണത് കണ്ടോളൂ എന്നൊക്കെ വീരസ്യം പറയുകയും ചെയ്തു. ഞാൻ കൊന്നോളാം എന്ന്. അപ്പോൾ വിഷ്ണു പറയാണ്, വിഷ്ണു പേടിക്കാതിങ്ങു നിന്നാലും കൊൽവൻ ഞാൻ അവരെ ക്ഷണാൽ പോരിനണഞ്ഞിതേ ആയുസ്സറ്റവരാകയാൽ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞു. സൂതൻ പറഞ്ഞു. എന്താ സൂതൻ പറയേണ്ടത്? ഏവം ദേവേശൻ അരുൾ ചെയ്തപ്പോഴേക്കും മഹാബലർ അജനെയും തേടി വന്നാർ മദഗർഭിതരാമവർ. സൂതവാച ഏവം വദതി ദേവേശേ ദാനവൗ തൗ മഹാബലോ വിജിന്വാനാവശം ചോഭൗ സംപ്രാപ്തൗ മദഗർഭിതൗ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മദഗർഭിതന്മാരായിട്ടുള്ള ആ മഹാശക്തന്മാരായിട്ടുള്ള ഈ അസുരന്മാരായിട്ടുള്ള വിഷ്ണുവിന്റെ ചെവിയിൽ നിന്നും ചെപ്പിക്കാട്ടുന്നുണ്ടായിട്ടുള്ള ഈ മധുകേടവന്മാരെ ബ്രഹ്മാവിനെ അന്വേഷിച്ചിട്ട് അടുത്തെത്തി. നിരാധാര ഉജരേ തത്ര സംസ്ഥിതോ വിഗതജ്വരോ തൗ ഊചതുർമതോന്മത്തോ ബ്രഹ്മാണം മുനിസത്തമ. അല്ലയോ മുനിമുഖ്യന്മാരെ, ഈ ആ ജലത്തില് ഈ ശൗനകാദി മഹർഷിമാരോട് പറയാണ്, ഈ കാരണജലയായിട്ടുള്ളൂ അതാണ്. എന്തായാലും അങ്ങനെ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ജലമാണ്. അപ്പൊ ആ വെള്ളത്തില് നിരാധാരനായിട്ട് നിന്നുകൊണ്ട് ഒരു കൂസലൻ ഇല്ലാതെ കണ്ട് മതോന്മത്തരായിട്ടുള്ള ആ അസുരന്മാര് ഈ ബ്രഹ്മാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നല്ലേ? ഒരു കൂസലുമില്ല അതാ നീരിൽ ആധാരമെന്ന് മതാന്തരായി നിന്നു ചൊന്നാർ വിധിയോടവരിങ്ങനെ. ഇവന്റെ സന്നിധിയിലേക്ക് ഓടിയെത്തിയതെന്തിനായി? ഇവൻ കാണെ തന്നെ നിന്നെ പോർ ചെയ്തു നിഹനിച്ചിടാം. പിന്നെ ഈ സർപ്പഭോഗസ്ഥനെയും കൊല്ലുന്നതുണ്ടിവർ. തയ്യാറാവുക പോരിനായി, അല്ലെങ്കിൽ കീഴടങ്ങുക. അസുരന്മാർ പറയാ ഒരു മടിയും കൂടാതെ. എന്താണ്? പലായിത്വാ സമായാത സന്നിധാവസ്യ കിം തഥാ യുദ്ധം കുരു ഹനിഷ്യാവ പശ്യതോസ്യൈവ സന്നിഭൗ. ഇവന്റെ അടുത്തേക്ക് എന്തിനാ ബ്രഹ്മാവെ ഇങ്ങനെ ഓടി വന്നത്? ഇവൻ നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് സാരം. യുദ്ധം ചെയ്യൂ. ഇവന്റെ മുമ്പിൽ വെച്ച് ഇവൻ കാണുക, നിന്നെ ആദ്യം ഞങ്ങൾ കൊല്ലും. ബ്രഹ്മാവിനോട് പറയാണ്, ബ്രഹ്മാവെ നിന്നെ ഞാൻ ആദ്യം കൊല്ലും, പിന്നെ ആരെ കൊല്ലും? പിന്നെ വിഷ്ണുവിനെ കൊല്ലും. പശ്ചാത്തേന ഹനിഷ്യാവ സർപ്പഭോഗോ പരിസ്ഥിതം ത്വമദ്യ കുരു സംഗ്രാമം ദാസോസ്മീതി വാവത. പിന്നീട് ഈ സർപ്പത്തിന്റെ പുറത്ത് എടുക്കുന്നതായിട്ടുള്ള ഈ വിഷ്ണുവിനെയും ഞങ്ങൾ കൊല്ലും, യുദ്ധം ചെയ്യും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, കീഴടങ്ങി എന്ന് പറഞ്ഞോളൂ, എന്നാ പിന്നെ ഞങ്ങൾ വധിക്കുന്നില്ല എന്ന് പറഞ്ഞു. തശ്രുത്വാ വചനം വിഷ്ണുസ്താവുവാച ജനാർദ്ദന കുരു തം സമരം കാമം മയാ ദാനവ പുങ്കവൗ. അത് കേട്ടപ്പോ ജനാർദ്ദനായിട്ടുള്ള ആ വിഷ്ണു അവരോട് പറഞ്ഞു, അല്ലയോ ദാനവശ്രേഷ്ഠന്മാരെ, ഇവരും എന്നോട് ഈ രണ്ടുപേരും എന്നോട് യുദ്ധം ചെയ്യൂട്ടോ. ഇങ്ങനെ പറഞ്ഞു. സൂതൻ അത് കേട്ടോതി അവരോട്, ജനാർദ്ദനം ഹരി ദൈത്യപ്രവീരരെ, നിങ്ങൾ ചെയ്യുക എന്നോടു സങ്കരം. നിങ്ങൾ തൻ പോർമതം പോര് ചെയ്തു തീർക്കുവതുണ്ടു ഞാൻ. ബലിഷ്ഠരെ വേണമെങ്കിൽ പോരിലൊന്നേറ്റു നോക്കുവിൻ.
ഹരിഷ്യാമി മതം ചാഹം യുവയോർമത്തയോ കിര ആഗച്ഛതം മഹാഭാഗോ ശ്രദ്ധാ ചേദ്വാം മഹാബലോ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോ യുദ്ധത്തിനുള്ള ഒരു മതം കൊണ്ടാണല്ലോ വന്നിരിക്കണത്. ആ ഒരു എന്താ പറയാ, വല്ലാത്ത ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഈ അഹങ്കാരം യുദ്ധം ചെയ്തിട്ട് തീർത്തു തരാം. മഹാഭാഗന്മാരെ, വിഷ്ണു പറയാണ്, ശക്തന്മാരെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യുദ്ധത്തിന് വരൂ. വിഷ്ണു പറഞ്ഞു. ശ്രുത്വാ തദ്വചനം ചോഭൗ ക്രോധവ്യാകുലചേതനൗ നിരാധാരോ ജലസ്ഥൗ ച യുദ്ധോദ്യുക്തൗ ബഭൂവതു. ഈ വിഷ്ണുവിന്റെ വാക്ക് കേട്ടപ്പോൾ രണ്ടുപേർക്കും കുറച്ചധികം ശുണ്ഠി വന്നു. കണ്ണുകളൊക്കെ കോപം കൊണ്ട് അങ്ങോട്ട് കലങ്ങി ചുവന്നു. നിരാധാരരായിട്ട് നീലിൽ നിന്നുകൊണ്ട് ഈ യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് ഒരുങ്ങി എന്നർത്ഥം. എങ്ങനെ? വിഷ്ണുവിനെയും കൊല്ലാം, മറ്റേ ബ്രഹ്മാവിനെയും കൊല്ലാം. ആദ്യം എന്നാ വിഷ്ണുവിനെ ആവാൻ കൊല്ലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. സൂതൻ അത് കേട്ടോതി അവരോട്, ജനാർദ്ദനാം ഹരി ദൈത്യപ്രവീരരെ, നിങ്ങൾ ചെയ്യുക എന്നോടു സങ്കരം. നിങ്ങൾ തൻ പോർമതം പോര് ചെയ്തു തീർക്കുവതുണ്ടു ഞാൻ. ബലിഷ്ഠരെ വേണമെങ്കിൽ പോരിലൊന്ന് ഏറ്റു നോക്കുവിൻ. സൂതൻ വാക്കേവം കേട്ടിരുവരും ക്രോധവ്യാകുല നേത്രരായി വെള്ളത്തിലാധാരം എന്നെ നിന്നു പോരിനൊരുങ്ങിനാൽ. തഥാ കുപിതനായി വിഷ്ണുവോട് പോർ ചെയ്യുവാൻ മധു പാഞ്ഞെടുത്താൻ തത്ര നിന്നു കൈടഭൻ കാണിയായുമേ. അപ്പോൾ ഒരാള് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. മധു ആണ് ആദ്യം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ അത്രയും നേരം കൈടഭൻ അത് നോക്കി നിൽക്കുകയും ചെയ്തു എന്നാണ്. മധുശ്ച കുപിതസ്തത്ര ഹരിണാ സഹ സംയുഗം കർത്തും പ്രചലിതസ്തൂർണം കൈടഭസ്തു തഥാ സ്ഥിത. അപ്പൊ കുപിതനായിട്ടുള്ള മധു വേഗം തന്നെ യുദ്ധത്തിനായിട്ട് ഇങ്ങോട്ട് വന്നു. അതേപോലെ തന്നെ കൈടവൻ കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയും ചെയ്തു. ബാഹുയുദ്ധം തയോരാസീത് മല്ലയോ അരിവമത്തയോ ശ്രാന്തോ മധോ കൈടവസ്തു സംഗ്രാമമകരോത്തത്. ഇങ്ങനെ മതിച്ച രണ്ട് മല്ലന്മാർ തമ്മിൽ എന്ന പോലെ അവരെ മുഷ്ടിയുദ്ധം ചെയ്തു. മധു തളർന്നു കഴിഞ്ഞപ്പോൾ യുദ്ധം പിന്നെ ചെയ്തത് കൈടഭനാണ്. മത്തരാം രണ്ടു മല്ലന്മാർ പോലെ പോരാടിനാരവർ. മധുവൊട്ടു തളർന്നപ്പോൾ പോരിലേറ്റിതു കൈടഭൻ. മധു പിന്നെ കൈടഭനുമേവം ശ്രീ വിഷ്ണുവോടവർ മാറി മാറി ചെയ്തു ബാഹുയുദ്ധം പോർക്കലി വീർക്കയാൽ. പുനർമധു കൈടഭയുധാതെ പുനഃ ബാഹുയുദ്ധേന രാഗാന്ധൗ വിഷ്ണുന പ്രഭവിഷ്ണുന. അപ്പോ മധു ആദ്യം യുദ്ധം ചെയ്തു, പിന്നെ കൈടഭൻ ചെയ്തു, പിന്നെ മധു ചെയ്തു, പിന്നെ കൈടഭൻ ചെയ്തു. ഇങ്ങനെ മാറി മാറി മഹായുദ്ധം തന്നെ ചെയ്തു അവര്. പ്രേക്ഷകസ്തു തഥാ ബ്രഹ്മാദേവി ചൈവ അന്തരീക്ഷക മംളതുസ്തഥാ തൗ തു വിഷ്ണുസ്തു മ്ലാനിമാപ്തവാൻ. ബ്രഹ്മാവ് അന്തരീക്ഷസ്ഥയായിട്ടുള്ള ദേവിയെ ഭദ്രകാളിയെ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രണ്ട് ദാനവന്മാരും തളരുന്നില്ല. വിഷ്ണു ആണ്ടെ ആ സമയത്തേക്ക് തളരുകയും ചെയ്തു. അതാണ് നോക്കി നിന്ന ആരവാരിൽ നിന്ന ദേവിയും വിധിയും രണം വാട്ടം കണ്ടില്ല ദൈത്യർക്ക്. വിഷ്ണുവാട്ടെ തളർന്നുപോയി. 5000 വർഷമേവം യുദ്ധത്തിൽ തീർന്ന വേളയിൽ ദൈത്യർ ചാവാത്തത് എന്തെന്നായി ഹരി ചിന്ത തുടങ്ങിനാൻ. പഞ്ചവർഷ സഹസ്രാണി തഥാ യഥാ ജാതാനി യുദ്ധ്യതാം ഹരിണാ ചിന്തിതം തത്ര കാരണം മരണം തയോഹോ. 5000 വർഷമാണ് ഇങ്ങനെ യുദ്ധം ചെയ്തത്. അപ്പൊ ആ സമയത്ത് രണ്ടുപേരെയും കൊല്ലാൻ പറ്റുന്നില്ല. ഇനി എന്താ ഇവരെ കൊല്ലാനുള്ള മാർഗം എന്താ എന്ന് വിഷ്ണു ഇങ്ങനെ ആലോചിച്ചു. പഞ്ചവർഷ സഹസ്രാണി മയാ യുദ്ധം കൃതം കില ന ശ്രാന്തോ ദാനവോ ഘോരൗ ശ്രാന്തോഹം ചൈതദത്ഭുതം. ഈ 5000 വർഷം ഞാൻ യുദ്ധം ചെയ്തല്ലോ, എന്നിട്ട് എന്താ ഇവർ രണ്ടുപേരും തളരാത്തത്? ദാനവർക്ക് തളർച്ചയില്ല, എനിക്കാണെന്ന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇതെന്തൊരു അത്ഭുതം! വർഷം 5000-ഓളം ചെയ്തു ഞാൻ യുദ്ധമെങ്കിലും തളർന്നതില്ലീ ഘോരന്മാർ തളർന്നേൻ ഞാനിതത്ഭുതം. പാട്ടമില്ലൊട്ടും ഇക്കൂട്ടർക്കെങ്ങ് എൻ വീര്യാദിയൊക്കെയും എന്തിതിൻ കാരണം മുറ്റും ചിന്താർഹമിതു നിർണയം. ഇത് നല്ലോണം ചിന്തിച്ച് തന്നെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് അന്വേഷിക്കുക തന്നെ വേണം. മറ്റത് അത്ര ശരിയല്ല എന്ന് തോന്നി എന്നാണ്. ഗതം മേ ബലം ശൗര്യം കസ്മാച്ചേതാവനാമയൗ കിമത്ര കാരണം ചിന്യം വിചാര്യ മനസാത്വിഹ. എവിടെ പോയി എൻ്റെ ബലം, എൻ്റെ വീര്യം, ശൗര്യം? ഇവർക്ക് എന്തുകൊണ്ടാണ് തളർച്ചയില്ലാതെ കണ്ട് ഇങ്ങനെ വീര്യത്തോടു കൂടി നിൽക്കുന്നത്? ഇതിനെന്താ കാരണം? ഇത് ആലോചിക്കേണ്ട കാര്യമാണല്ലോ. ഇത് ഈ ചിന്താപരം ദൃഷ്ട്വാ ഹരിം ഹർഷപരാഉഭൗ പൂജതുസ്തൗ മതോന്മത്തോ മേഘഗംഭീര നിസ്വനോ. വിഷ്ണു ഇങ്ങനെ വിചാരമഗ്നായിട്ട് കണ്ടപ്പോൾ ആഹ്ലാദഭരിതരായിട്ടുള്ള മതമത്തരായിട്ടുള്ള ആ രണ്ട് അസുരന്മാരും ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്.
ഏവം ചിന്താഗ്രസ്തനായ ഹരിയെ കണ്ടു തുഷ്ടരായ മേഘഗംഭീരനാദത്തിൽ ചൊന്നോരാ മതവിഹ്വലർ. തളർച്ച മൂലം പോർ ചെയ്യാൻ ശക്തിയില്ലെങ്കിലോ ഹരേ കഥിക്കാനോനം ദാസോസ്മി എന്ന അഞ്ജലി ഉയർത്തി നീ, അല്ലെങ്കിൽ പോർ തുടർന്നാലും സമർത്ഥൻ നീ മഹാമതേ, നിന്നെ നിഹനിച്ചാശു കൊൽവൻ നാൻമുഖനെയുമേ. ഇത് തവ നോ ചേദ്ബലം യതി ശ്രാന്തോസി യുദ്ധത, തവ നോ ചേദ്ബലം വിഷ്ണോ യതി ശ്രാന്തോസി യുദ്ധത, ബ്രൂഹി ദാസോസ്മി വാ നൂനം കൃത്വാ ശിരസി ചാഞ്ജലിം. ഭഗവാൻ വിഷ്ണുവിനോട് പറയാണ്, നിനക്ക് ശക്തിയില്ലാത്ത ഒരു കാര്യം ചോദിച്ചു, യുദ്ധം ചെയ്ത് തളർന്നു അങ്ങനെ തോന്നിക്കുക, തലയിൽ കൈവച്ചുകൊണ്ട് കൈ കൂപ്പി ബദ്ധാഞ്ജലിയോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ അടിമയാണ് എന്ന് പറഞ്ഞോളൂ. നോ ചേൽ യുദ്ധം കുരുഷ്വാദ്യ സമർത്ഥോസി മഹാമതേ ഹത്വാ താം നിഹനിഷ്യാവ പുരുഷം ച ചതുർമുഖം. അതല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളണം. ബാക്കിയുള്ള ബുദ്ധിയുള്ളവനായിട്ട് നിനക്ക് അതിന് കഴിവുണ്ടല്ലോ, നിന്നെ കൊന്നിട്ട് വേണം ആ ബ്രഹ്മാവിനെയും കൊല്ലാനായിട്ട്, നാൻമുഖനായിട്ട് ബ്രഹ്മാവിനെയും കൊല്ലാനായിട്ട്. ശ്രുത്വാ തൽഭാഷിതം വിഷ്ണു തയോസ്തസ്മിൻ മഹാത്മാഹോ ദധൗ വാച വചനശ്ലക്ഷണം സാമപൂർവം മഹാമന. സാമദാന ഭേദദണ്ഡങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് യുദ്ധത്തിന് വ്യത്യാസങ്ങളൊക്കെ വരും. ചില കാര്യങ്ങൾ നടക്കാൻ അതൊക്കെ മതി. മഹാബുദ്ധിമാന്മാരെ വിഷ്ണു പറയാണ് ആ അസുരന്മാരോടെ. മഹാസമുദ്രത്തിൽ വെച്ച് ആ അസുരന്മാരുടെ ഭാഷണം കേട്ട വിഷ്ണു അവരോട് അനുനയ രൂപത്തിൽ ശാന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു. സൂതം പറയാ, അലയാഴിയിൽ വെച്ച് ഏവം അവർ ചൊന്നതു കേൾക്കവേ മഹാമനസ്കനാം വിഷ്ണു ചൊന്നാർ സാമോക്തി ഇങ്ങനെ. എന്തൊക്കെയാ നിയമം പറഞ്ഞത്? ഹരിരുവാച ശ്രാന്തേ ഭീതേ ത്യക്തശസ്ത്രേ പതിതേ ബാലകേ തഥാ പ്രഹരന്തി ന വീരാസ്തേ ധർമ്മയേഷ സനാതന. ഇപ്പം എന്താ പറഞ്ഞത്? ക്ഷീണിതനെ, ഭയപ്പെട്ടവനെ, ആയുധങ്ങൾ കയ്യിലില്ലാത്ത ഒരാളെ, വീണ ആളെ, കുട്ടികളെ വീരന്മാര് പ്രഹരിക്കില്ല, യുദ്ധം ചെയ്യില്ല അവരോട്. അപ്പൊ അവരോട് യുദ്ധം ചെയ്യാത്ത അത് ഒരു ന്യായമാണ്, നിത്യമായിട്ടൊരു യുദ്ധ നിയമമാണ്. പേടിച്ചോൻ വീണവൻ, ശസ്ത്രം വെച്ചോൻ, ബാലൻ തളർന്നവൻ പാടില്ല പോര് ഇവരോട് എന്നതു ധർമ്മം സനാതനം. ഒറ്റയ്ക്ക് 5000 വർഷമല്ലി ഞാൻ പോരു ചെയ്തതും. നിങ്ങളോ 2 പേർ തുല്യ ബലശാലികൾ സോദരർ. 5 വർഷ സഹസ്രാണി കൃതം യുദ്ധം മയാത്വിഹ ഏകോഹം ഭ്രാതരൂവാം ച ബലിനൗ സദൃശൗ തഥാ. ഞാനിവിടെ നിങ്ങളോട് 5000 വർഷം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു. നിങ്ങളോ തുല്യബലവാന്മാരായിട്ടുള്ള നിങ്ങൾ മാറി മാറിയിട്ട് സഹോദരന്മാരാണ് യുദ്ധം ചെയ്തത്. കൃതം വിശ്രമണം മധ്യേ യുവാഭ്യാം ച പുനഃ പുനഃ തഥാ വിശ്രമണം കൃത്വാ യുദ്ധേഹം നാത്ര സംശയ. നിങ്ങൾ മാറി മാറി യുദ്ധം ചെയ്തപ്പോൾ നിങ്ങൾ വിശ്രമിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ക്ഷീണം വരില്ല. പക്ഷെ എനിക്ക് ക്ഷീണം വന്നു, എനിക്കും വിശ്രമിച്ചിട്ട് വേണം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് സംശയിക്കണ്ട പറഞ്ഞു. അത് നിയമ, വേറെ പാകല്ല. മാറി മാറി ചെയ്തു നിങ്ങൾ പോരിനിടയിൽ വിശ്രമം ഞാനും അവണ്ണം ഒട്ടിങ്ങ് വിശ്രമിച്ചടരാടുവൻ. മതം ചേർക്കും ബലിഷ്ഠന്മാർ നിങ്ങൾ നിൽക്കിനതേവരെ തളർച്ച തീർത്തു ചെയ്വോൻ തളർച്ച തീർത്ത് ചെയ്വൻ പോർ ധർമ്മമാർഗ അനുസാരമായി. തിഷ്ഠതം ഹി യുവാം താവൽ ബലവന്തോ മതോൽക്കടോ വിശ്രമ്യാഹം കരിഷ്യാമി യുദ്ധം വാ ന്യായമാർഗത. ഇങ്ങനെ മതമത്തന്മാരായിട്ടുള്ള ബലവാന്മാരായിട്ടുള്ള നിങ്ങൾ 2 പേരും ഇങ്ങനെ ക്ഷീണിക്കാണ്ടിരിക്കണു, ഞാൻ ക്ഷീണിച്ചിരിക്കണു, ഞാനും കുറച്ചു നേരം വിശ്രമിക്കട്ടെ, അതിനുശേഷം നിങ്ങൾ കാത്തുക്കൂ, അതിനുശേഷം ഞാൻ ധർമാനുസൃതമായിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാം, അതുപോരെ എന്ന് സാമം പറഞ്ഞു വിഷ്ണു എന്ന് പറയാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്തേക്ക് പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ. ഇപ്പം നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ 29 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ഇത് വലിയ അധ്യായമാണ്, നമുക്ക് കുറച്ചായിട്ട് പറയാം. നാരായണ നാരായണ ശ്രീ മഹാദേവ്യൈ നമഃ.